ഏവർക്കും ട്രീ കിച്ചണിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വാഴപ്പിണ്ടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന വെറൈറ്റി ഡിഷാണ് ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. വാഴപ്പിണ്ടി കൊണ്ട് വെറൈറ്റി ഡിഷ് തയ്യാറാക്കാൻ സാധിക്കും. ഇന്നിവിടെ തയ്യാറാക്കുന്നത് തോരനാണ്. വളരെ എളുപ്പത്തിൽ രുചികരമായ വ്യത്യസ്ത രുചിയോടുകൂടിയ തോരനാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഫ്രഷായ വാഴപ്പിണ്ടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വീട്ടിൽ വിളവെടുത്ത വാഴയുടെ വാഴപ്പിണ്ടിയാണ്. ഇതിനെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കണം. ആദ്യം ഇതെല്ലാം വട്ടത്തിൽ ഇതുപോലെ അരിഞ്ഞെടുക്കാൻ, ഒത്തിരി കട്ടിയാകാൻ പാടില്ല. ഈ രൂപത്തിൽ, ഈ പരുവത്തിൽ അരിഞ്ഞെടുക്കണം. അതിനുശേഷം ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി തോരൻ്റെ രീതിയിൽ അരിഞ്ഞെടുക്കാം. ഇതാ ഇവിടെ കടുക് പൊട്ടിച്ച ശേഷം 1 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. ഉഴുന്ന് മൂത്ത് വരുമ്പോഴേക്കും ചെറുതായി അരിഞ്ഞു മാറ്റി വച്ചിരുന്ന വാഴപ്പിണ്ടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് സാമ്പാർ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പരിപ്പ് നന്നായി കഴുകി 2 ടീസ്പൂൺ പരിപ്പാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ സാമ്പാർ പരിപ്പും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. ഇതിലേക്കായ കൂട്ട് തയ്യാറാക്കിയെടുക്കാം. തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, മുളക് പൊടി, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചതച്ചെടുത്ത് വരാം. ഇതാ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെടുത്ത കൂട്ട് വാഴപ്പിണ്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ വളരെ രുചികരമായ വാഴപ്പിണ്ടി തോരൻ റെഡിയായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കും. വളരെ രുചികരമായ ഡിഷാണ് ഇത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ട് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ഓൾ എന്ന ഓപ്ഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അടുത്ത വെറൈറ്റി വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.